ഇന്നത്തെ ചോറിന് വെറൈറ്റി മുട്ടത്തോരനാണ് ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയും കൂടി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. മുളക് പൊടി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം 4 മുട്ടയോ 5 മുട്ടയോ എടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ഇത് നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ച് ചിക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കാം. നാളികേരം ചെറിയതിൽ കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പാകമായി വരുമ്പോൾ നമുക്ക് ഈ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. നാളികേരം ചെറിയത് ചേർത്തിട്ട് നല്ലതുപോലെ തോരൻ്റെ പരുവത്തിൽ ചിക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്ന് പാകാവട്ടെ കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ ലഞ്ച് ബോക്സിലിട്ട് കൊടുത്തയക്കാൻ നല്ലതാണിത്. എന്നും മുട്ട ആംപ്ലേറ്റും മുട്ട പൊരിച്ചതിലും ചെറിയൊരു വെറൈറ്റി. അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുട്ടത്തോരൻ കൂട്ടി ചോറുണ്ണാം. മുട്ടത്തോരൻ്റെ കൂടെ ഒരു മുതിരച്ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ചോറ് വിളമ്പി ഇനി മുതിരച്ചമ്മന്തി മുട്ടത്തോരനും കൂട്ടി ചോറ് കഴിക്കാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.